അതെ, അതുപോലെ തന്നെ കൊച്ചി കോർപ്പറേഷന് മുന്നിൽ കോൺഗ്രസ് നടത്തിയ സമരത്തിലും നടപടി ഉണ്ടായിട്ടുണ്ട്. ടി.ജെ. വിനോദ് MLA, DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് എന്നിവരും ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. മുഹമ്മദ് ഷിയാസ്, ഇപ്പോൾ കോൺഗ്രസ് നടത്തിയ പരിപാടിയുമായി ബന്ധപ്പെട്ടും സമരത്തിന്റെ പേരിലും ഇപ്പോൾ കോടതിയുടെ നടപടി വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും കോടതിയുടെ നടപടിക്ക് അനുസൃതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുക. ഇത് തിരുവനന്തപുരത്ത് റോഡ് കെട്ടിയടച്ച് നടത്തിയ സമരമാണ് നാട്ടിലെ ജനങ്ങളെയും കോടതിയെയും പ്രകോപിപ്പിച്ചിട്ടുള്ളത്. അത് CPM ഭരണത്തിന്റെ തണലിൽ നടത്തിയ ശ്രീ മുഹമ്മദ് ഷിയാസ്, ഒരു കാര്യം പറയട്ടെ, അത് സമരമായിരുന്നില്ല, പരിപാടിക്കിടെയുള്ള സമ്മേളനത്തിനിടെയുള്ള പരിപാടിക്ക് വേണ്ടി കെട്ടിയതായിരുന്നു. സ്വാഭാവികമായും അങ്ങനെ റോഡ് കെട്ടിയടച്ച് ആരാണ് സമ്മേളനം നടത്തുക? നമ്മൾ ആരെങ്കിലും നടത്തുന്നത്? കേരളത്തിൽ ആരെങ്കിലും നടത്തുന്നില്ല. അത് നടത്തുന്നതെല്ലാം CPM തന്നെയാണ്. നമ്മൾ സമരം നടത്തി കോർപ്പറേഷൻ മുമ്പിൽ ഞങ്ങൾ നടത്തിയ സമരം എന്ന് പറഞ്ഞാൽ കാലങ്ങളായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്ന സ്ഥലത്ത് തന്നെയാണ് ഞങ്ങളും സമരം നടത്തിയത്. കൊച്ചി കോർപ്പറേഷന് മുമ്പിൽ സമരം നടത്താൻ അവിടെ അല്ലാതെ വേറൊരു മാർഗമില്ല. കൊച്ചിയുടെ ഈ സമരം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ നേരത്തെ തന്നെ പോലീസിനും മറ്റധികാരികൾക്കും നേരത്തെ മൈക്ക് സാങ്ഷൻ എടുക്കുക, ഇന്ന സ്ഥലത്ത് പരിപാടി നടത്തുന്നുണ്ടെന്ന് അവരെ അറിയിക്കുക, പത്രത്തിൽ വാർത്ത കൊടുക്കുക, ഇതെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ സമരം നടത്തുന്നത്. ഇത് അല്ലാതെ ഒരു പൊതു ഇടം ഇന്ന സ്ഥലത്ത് മാത്രമേ സമരം പാടുള്ളൂ എന്നുള്ളത് സർക്കാരോ അല്ലെങ്കിൽ കോടതിയോ മറ്റുള്ളവരോ ആരും അറിയിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഈ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള സമരങ്ങൾ ഇവിടെയാണ് നടത്തുന്നത്. അത് ആരായാലും കോൺഗ്രസ് അല്ല, ആരായാലും നടത്തുന്നത് അവിടെ തന്നെയാണ്. പക്ഷെ റോഡ് കെട്ടിയടച്ച് പാർട്ടി സമ്മേളനം, പാർട്ടിയുടെ ഏരിയ സമ്മേളനം നടത്തുക എന്ന് പറയുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്. അതാണ് കോടതി ചോദ്യം ചെയ്തത്. അതിനോടൊപ്പം ഈ സമരങ്ങളെല്ലാം കോടതി അത് മുഖവിലക്കെടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ചർച്ച നടക്കട്ടെ. സർക്കാരിന്റെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു പൊതു ഇടമുണ്ടാക്കി സമരം ചെയ്യാവുന്ന സ്ഥലങ്ങൾ ഈ പറയുന്നത് പോലെ അങ്ങനെയുള്ള ഒരു സ്ഥലമുണ്ടോ എന്നുള്ളത് എല്ലാവരും. അതെ, ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കാനിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ രാഷ്ട്രീയം നോക്കാതെയാണല്ലോ കോടതിയുടെ നടപടി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ റോഡ് അടച്ചുള്ള സമരം തടയുന്ന കോടതി നടപടി എങ്ങനെയാണ് കാണുന്നത്? റോഡ് അടച്ചുള്ള സമരങ്ങൾ പാടില്ല എന്നുള്ളത് തന്നെയാണ്. കേരളത്തിൽ നമുക്കറിയാം കാലങ്ങളായിട്ടുള്ള ജനകീയ സമരങ്ങളും ജനകീയ പോരാട്ടങ്ങളും എല്ലാം നടക്കുന്നത് നമ്മുടെ തെരുവുകളിൽ തന്നെയാണ്. ആ തെരുവുകളിലുള്ള പോരാട്ടങ്ങളാണ് ഈ കാണുന്ന ഈ ജനതയുടെ സംരക്ഷണത്തിനും പ്രതിഷേധത്തിനും സർക്കാരുകളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആളുകളായിക്കോട്ടെ അവരുടെ എല്ലാം ഈ ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ട വേദിയായി മാറുന്നത് ഈ പൊതുവിടങ്ങൾ തന്നെയാണ്. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ആകർഷിക്കപ്പെടുന്നതും അത് തന്നെയാണ്. അതിനകത്ത് മറ്റൊരു തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഈ പാർട്ടിയുടെ സമ്മേളനവും അതുപോലുള്ള പരിപാടികളെല്ലാം ഈ റോഡ് കെട്ടിയടച്ച് ആളുകൾക്ക് റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത് അത് പ്രകോപനപരമായിട്ടുള്ള ഒന്നാണ്. അത്തരത്തിലുള്ള രീതിയിലുള്ള നടപടികളൊന്നും പാടില്ല. ഇപ്പൊ കോടതി തന്നെ പറഞ്ഞു ഇന്നൊരു പെട്ടെന്ന് ഒരു ഹർത്താൽ അല്ലെങ്കിൽ 7 ദിവസം നോട്ടീസ് കൊടുത്തിട്ടല്ലേ ഹർത്താൽ നടത്തുന്നത്. അതിനൊരു പുതിയ നിയമം ഉണ്ടായല്ലോ. പുതിയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെയല്ല ചെയ്യുന്നത്. അങ്ങനെ പൊതുവായിട്ടുള്ള ഒരു രീതിയിലുള്ള മാനദണ്ഡങ്ങൾ നിഷ്കർഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഈ സമരങ്ങളും അത്തരത്തിൽ തന്നെയാണ് ചെയ്യുകയുള്ളൂ. അല്ലാത്തിടത്തോളം കാലം ഈ സമരങ്ങൾ അത്തരത്തിൽ പൊതു ഇടങ്ങളിൽ തന്നെ നടത്തേണ്ടി വരും. കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സമരമാണ്, ജനങ്ങളുടെ പ്രതിഷേധമാണ്. സർക്കാരുകളുടെയും മറ്റ് അധികാരവർഗത്തിന്റെയും ഒക്കെ ഈ ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾക്കെതിരെ ജനങ്ങൾ പങ്കെടുത്ത് ഈ തെരുവോരങ്ങളിൽ തന്നെയാണ് ഈ സമരങ്ങൾ മുഴുവൻ നടക്കുക. പക്ഷെ സമ്മേളനങ്ങൾ നടത്തുന്നതും മറ്റു പരിപാടികൾ CPM നടത്തുന്ന സമ്മേളനങ്ങളൊക്കെ റോഡ് കെട്ടിയടച്ച് ഞങ്ങൾ ഇവിടെ തന്നെ നടത്തുള്ളൂ എന്ന് പറയുന്ന ഒരു സമീപനത്തിലേക്ക് നമുക്കത് മാറാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ഈ നിർദ്ദേശപ്രകാരം കോടതിയിൽ ഹാജരാകും അല്ലേ? തീർച്ചയായിട്ടും കോടതിയുടെ നിർദ്ദേശത്തിന് അനുസൃതമായി കോടതി എന്താണോ പറയുന്നത് അത് 100% അത് അംഗീകരിക്കും.